ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു. ബാലൻ ഡിയോർ ഇല്ലെങ്കിൽ എന്താ, ഇവിടെ ഹാട്രിക് ഉണ്ട്. വിനീഷ്യസിൻ്റെ ഹാട്രിക്കിൽ റിയൽ മാഡ്രിഡിന് വിജയം. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി റയൽ മാഡ്രിഡ് മോശം പ്രകടനത്തിലാണ്. ബാർസലോണക്കെതിരെയുള്ള 4-0 തോൽവിയും ചാമ്പ്യൻസ് ലീഗിൽ AC മിലാനെതിരെ 1-3 ഗോളുകൾക്കുള്ള തോൽവിയും പിന്നീട് റിയൽ മാഡ്രിഡിൻ്റെ വിനീഷ്യസ് ജൂനിയറിന് ലഭിച്ചു എന്ന് കരുതിയ ബാലൻ ഡിയോർ റോഡ്രി നേടിയതും അങ്ങനെയെല്ലാം. പക്ഷേ അതിനെല്ലാം പകരം ചോദിച്ച് ഒസാസുനയെ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് തോൽപ്പിച്ച് റിയൽ കുതിപ്പ് തുടങ്ങുകയാണ്. മത്സരത്തിൽ 3 ഗോളുമായി വിനീഷ്യസ് തിളങ്ങി. 1 ഗോൾ ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ വകയായിരുന്നു. കളിയുടെ ആദ്യ പകുതിയുടെ 34-ാം മിനിറ്റിലാണ് വിനീഷ്യസ് ആദ്യ ഗോൾ സ്കോർ ചെയ്തത്. പിന്നീട് 42-ാം മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ലീഡ് ഉയർത്തി. രണ്ടാം പകുതിയിലായിരുന്നു പിന്നീടുള്ള ഗോൾ. 61-ലും 69-ലും വിനീഷ്യസ് ജൂനിയർ ടീമിനായി ലക്ഷ്യം കണ്ടു. ഇതോടെ 4-0 ഉയർന്ന മാർജിനിൽ വിജയിക്കാനും റിയൽ മാഡ്രിഡിന് സാധിച്ചു. എന്നാൽ മറുപുറത്ത് ബാലൻ ഡിയോർ പുരസ്കാരം നേടിയ റോഡ്രിയുടെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തോൽവി. 1-2 ഗോളുകൾക്ക് ബ്രൈറ്റനോടാണ് തോറ്റത്. ഹാളണ്ട് സ്കോർ ചെയ്തെങ്കിലും ജാओ പെഡ്രോയും മാറ്റ് ഒറീലിയയും സ്കോർ ചെയ്തതോടെ ബ്രൈറ്റൺ വിജയം കണ്ടു. പെപ്പിൻ്റെ കീഴിൽ തുടർച്ചയായുള്ള 4ാം തോൽവിയാണ് സിറ്റിക്കിത്. ബാലൻ ഡിയോർ പുരസ്കാരം നേടിയ റോഡ്രി മത്സരത്തിലുണ്ടായിരുന്നില്ല. പരിക്ക് കാരണം അദ്ദേഹത്തിന് ഈ മത്സരം കളിക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലും തോൽവിയായിരുന്നു സിറ്റിക്ക്. 4-1 സ്പോർട്ടിങ്ങിനോടാണ് തോറ്റത്. പ്രീമിയർ ലീഗിൽ ബോൺമൗത്തിനോട് 2-1 തോറ്റു. ടോട്ടനമിനോടും 2-1 തോൽവി. പെപ്പിൻ്റെ കീഴിൽ ആദ്യമായിട്ടാണ് 4 തുടർ തോൽവികൾ സിറ്റി നേടുന്നത്. ഇതോടെ സിറ്റിയുടെ ആയുധം തീർന്നോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. പ്രതീക്ഷകൾ വെച്ച് സിറ്റി ആരാധകർ. ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുകൾ അറിയാൻ സോക്കർ ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.